ജൂൺ 2022 ഒക്കെ കാണിക്കുകയാണ്. നേരത്തെ ആകട്ടെ സോള് ഒരു ടൈം ക്യാപ്സ്യൂളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ഥലത്തുണ്ടായിരുന്ന മരമൊക്കെ മാറ്റുവാനായിട്ട് ഇപ്പോൾ കുറെ ആൾക്കാരൊക്കെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ എത്തുന്ന സഞ്ജയും അവിടെ നിന്നും തനിക്കൊരു സാധനമൊക്കെ എടുക്കുവാനുണ്ടെന്ന് പറഞ്ഞിട്ട് മരത്തിന്റെ ചുവടൊക്കെ കുഴിക്കുകയാണ്. അങ്ങനെ കുഴിച്ച് അവനും ടൈം ക്യാപ്സ്യൂളൊക്കെ ലഭിക്കുന്നു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷമായിരുന്നു സോളും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ ആ ഒരു സമയമൊക്കെ ആകുന്നത്. അങ്ങനെ ഇരിക്കെ ആ ടൈം ക്യാപ്സൂൾ ഇതുവരെ തുറന്നു നോക്കാത്ത സഞ്ജയം സോളിനെ കാണുമ്പോൾ എങ്ങനെയാണ് അവളുടെ അടുത്ത് സംസാരിക്കുക എന്നൊക്കെ റിഹേഴ്സൽ ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രിഡ്ജിന്റെ ഒക്കെ മുകളിൽ നിൽക്കുകയാണ്. മാനേജറോട് ഒരു റിപ്പോർട്ടറൊക്കെ സഞ്ജയ് അവിടെ നിൽക്കുന്ന കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാനേജറും ഇപ്പോൾ സഞ്ജയനെ വിളിച്ച് എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. 15 വർഷം മുമ്പ് എന്നോട് ഒരാൾ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂറോളം സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അയാൾ എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നതെന്നൊക്കെ സംശയം അവനോട് ചോദിക്കുന്ന സമയത്താകട്ടെ അയാൾ നിന്നെ ശരിക്കും പറ്റിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് നിന്നെ ഒരിക്കലും കാണാതിരിക്കുവാനായിട്ടാണ് 15 വർഷം കഴിയുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നൊക്കെ മാനേജർ പറഞ്ഞത് കൊണ്ട് തന്നെ അവനും മടങ്ങി വന്നിരിക്കുന്നു. സമയം കടന്നു പോകുന്നതായിരിക്കും. ഈ ഒരു ഗിഫ്റ്റ് ഒക്കെ നിനക്ക് ഫ്യൂച്ചറിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനും ഈ ഒരു കത്തൊക്കെ എഴുതുന്നത്. ഇപ്പോഴും നീ ജീവിച്ചിരിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സോളും ആ ഒരു കത്തൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതും ഒരു ക്ലോക്ക് ഒക്കെ ആയിരുന്നു. ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് കാണിക്കുകയാണ്. അതായത് കോൺസേർട്ട് ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന സോളും മഞ്ഞൊക്കെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് അതിശയിച്ചു പോകുന്നു. ഒരാള് വന്ന് തട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കൂടി പൊട്ടുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ നടന്ന അതേ കാര്യങ്ങളാണല്ലോ ഇപ്പോഴും നടക്കുന്നതെന്നായിരുന്നു അവളും വിചാരിക്കുന്നത്. നേരത്തെ അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ച അയാൾ തന്നെ ആയിരുന്നു ഇപ്പോൾ ഫോണും തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത്. കോൺസേർട്ടിന് ശേഷം വിശ്രമിക്കുന്ന സഞ്ജയും അവിടെ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഒക്കെ കാണിക്കുകയാണ്. അതിന്റെ അകത്താകട്ടെ ഇംസോൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണുന്ന അവനും ആ പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയുടെ പേര് ഇംസോൾ എന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. മാനേജറും അതേന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിന്നും സഞ്ജയും അവളെ കാണുവാനായിട്ടൊക്കെ ഓടുന്നു. സഞ്ജയ് കോൺസേർട്ട് ഒക്കെ നടക്കുന്നതിന് വെളിയിലെത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും തന്നെ സോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നേരത്തെ ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ വെച്ച് കണ്ടുമുട്ടാമെന്നൊക്കെ സോൾ പറഞ്ഞതിനെ കുറിച്ചും അവൻ ഓർക്കുകയാണ്. സോളിനെ അന്വേഷിച്ച് അതേ ബ്രിഡ്ജിന്റെ മുകളിലൊക്കെ ഇപ്പോൾ സഞ്ജയ് എത്തുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന സോളിനെയും അവൻ കാണുകയാണ്. അവനാകട്ടെ ഫോണിലൊക്കെ സോളിനെയും കോൾ ചെയ്യുന്നു. സഞ്ജയനെ കാണുന്ന സോളും അവളുടെ കൂടെയൊക്കെ അവന്റെ നേർക്കും നീട്ടുന്നു. നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ സഞ്ജയ് ചോദിക്കുന്ന സമയത്താകട്ടെ നീ ഇവിടെ എത്തുമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിന്നതെന്നൊക്കെ സോളും പറയുന്നു. അവളുടെ കൂടെ ഒരു കോഫിയൊക്കെ കുടിക്കാനായിട്ട് പോയാൽ കൊള്ളാമെന്നൊക്കെ സഞ്ജയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് എത്രയും വേഗം എത്തുവാനായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മാനേജറും സഞ്ജയോട് പറയുന്നത്. സഞ്ജയും പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്താകട്ടെ സോൾ സഞ്ജയനെ തടഞ്ഞതിന് ശേഷം ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ചിരുന്നാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. സോളൊട്ടും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും സഞ്ജയും അതിനൊക്കെ സമ്മതിക്കുകയാണ്. സഞ്ജയും അവളുടെ കാറൊക്കെ എടുത്ത് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. സഞ്ജയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുവെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവനും മനസ്സിൽ തട്ടിയാണ് അത് പറഞ്ഞെന്ന ഒരു വിശ്വാസത്തിലാണ് അവളും ഉള്ളത്. ഞാനും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കും ഒരു ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സോൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എവിടേക്കാണ് പോകുന്നതെന്ന് കൂടി അവളും അന്വേഷിക്കുന്നു. അവനാകട്ടെ നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ചൊക്കെ ഇരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലത്തേക്കാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളും വെളിയിലേക്ക് ഏതാണ് സ്ഥലമെന്നൊക്കെ നോക്കുകയാണ്. അതാകട്ടെ ഒരു ഹോട്ടലൊക്കെ ആയിരുന്നു. സഞ്ജയുടെ പിന്നാലെ പോകുന്ന സോളും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡൊക്കെ നോക്കുമ്പോഴത്തേക്കും സൂട്ട് റൂം എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നതാണ് അവളും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ റൂമിലേക്കായിരിക്കും അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ അവളും തെറ്റിദ്ധരിക്കുന്നു. നമുക്കൊന്നിച്ച് ഈ രാത്രി ചിലവഴിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നീ ഉദ്ദേശിച്ച കാര്യമായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പരസ്പരം ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ആരാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും വിചാരിക്കുക. അതുകൊണ്ട് തന്നെ നിനക്ക് കുറ്റമൊന്നും പറയുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ നീ വിചാരിച്ച പോലെ ഒരു രാത്രി അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് വിശദമായിട്ടൊക്കെ അവന്റെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു സോളും. അപ്പോഴായിരുന്നു ബാറിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ഒരാളൊക്കെ സഞ്ജയനെ കൂട്ടിക്കൊണ്ട് അകത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ മാത്രമാണ് സൂട്ട് റൂമിലേക്ക് ആയിരുന്നില്ല ബാറിലേക്ക് പോകുവാനായിട്ടായിരുന്നു സഞ്ജയ് തീരുമാനിച്ചതെന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അന്ന് പെട്ടെന്നുണ്ടായിരുന്ന തിരക്കില് നിന്നെ വെള്ളത്തിലേക്കൊക്കെ ഞാൻ അറിയാതെ തള്ളിയിട്ട് പോയതായിരുന്നു. നീയും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും അന്ന് ആള് മാറിയായിരുന്നു പോലീസ് തന്നെ പിടിച്ചോണ്ട് പോയതെന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ നേരത്തെ കേസെല്ലാം തന്നെ ഞാനും വേണ്ട എന്ന് വെച്ചേക്കാം. ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നു നീയും എന്നെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സംശയം ചോദിക്കുന്നു. അവളും ഒന്നും അറിയത്തില്ലാത്തതുപോലെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈം ക്യാപ്സ്യൂളിന്റെ കാര്യമൊക്കെ സഞ്ജയും ഇപ്പോൾ അവളെ ഓർമ്മിപ്പിക്കുകയാണ്.
അവളാകട്ടെ നീ ഒന്ന് പോയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സഞ്ജയോട് ചോദിക്കുമ്പോഴത്തേക്കും പോയില്ല എന്നൊരു കള്ളമൊക്കെ സഞ്ജയും പറയുന്നു. ഇനി സോളിനോടും ഇതേ ചോദ്യമൊക്കെ ആവർത്തിക്കുമ്പോഴത്തേക്കും സോളും പോയില്ല എന്ന കള്ളമൊക്കെ അറിയിക്കുകയാണ്. എന്നാലും ടൈം ക്യാപ്സൂളിനുള്ളിൽ എന്താണ് ഉള്ളതെന്നൊക്കെ എനിക്കും അറിയേണ്ടായിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴാകട്ടെ നിന്നെ വീണ്ടും ഇതുപോലെ കാണുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൈം ക്യാപ്സൂൾ നിനക്ക് കിട്ടിയില്ലെങ്കിലും അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ സോളും സംസാരിക്കുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം എന്നെ കണ്ടാൽ പേടി തോന്നുമെന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇപ്പോഴെല്ലാം മാറിയോ എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴാകട്ടെ സോളിൻ എന്താണ് സംഭവം എന്നൊന്നും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഞ്ജയും ആ ഒരു വിഷയം തന്നെ മാറ്റുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കോൺസെർട്ട് ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പാർട്ടിയിലായിരുന്നു എക്ലിപ്സിന്റെ എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരുന്നത്. ഇൻഹുക്കും എല്ലാവരെയും കൂടി ചേർത്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാകട്ടെ സഞ്ജയും ഒരു പെൺകുട്ടിയുടെ കൂടെ ഹോട്ടലിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള കമന്റ്സും അതിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇൻഹുക്ക് ഇപ്പോൾ സഞ്ജയനെയും കോൾ ചെയ്യുന്നു. നീ ഇപ്പോൾ ആരുടെ കൂടെയാണ് ഹോട്ടലിലൊക്കെ ഉള്ളത്? എന്തായാലും ഈ ഒരു വിവരമൊക്കെ എല്ലാവരും തന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പായിട്ടും ഹോട്ടലിന് വെളിയിലും റിപ്പോർട്ടേഴ്സ് ഒക്കെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകുമെന്ന കാര്യമൊക്കെ സഞ്ജയോട് ഇപ്പോൾ ഇൻഹുക്ക് പറയുകയാണ്. എന്നെ കാത്ത് വെളിയിൽ റിപ്പോർട്ടേഴ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ചു പോകണ്ട, രണ്ടായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് സഞ്ജയും പെട്ടെന്ന് തന്നെ വെളിയിലേക്കൊക്കെ ഇറങ്ങി പോകുന്നു. സഞ്ജയും പിന്നീട് ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴാകട്ടെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കുടയൊക്കെ എടുത്തിട്ട് സോളും ഇപ്പോൾ സഞ്ജയുടെ മുഖമൊക്കെ മറിച്ച് സഞ്ജയനുമായിട്ട് പോവുകയാണ്. പല റിപ്പോർട്ടേഴ്സ് ഫോട്ടോസ് ഒക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സോളും കുട വെച്ച് മുഖമൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല മാനേജറും അവനെ കാറിലേക്കൊക്കെ കയറ്റുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സോള് മാനേജറിനെ തട്ടിയിട്ടതിന് ശേഷം സഞ്ജയനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഓടുന്നു. സോളും സഞ്ജയനെ അവളുടെ കാറിലൊക്കെ കയറ്റിയതിനു ശേഷം രഹസ്യമായിട്ടൊക്കെ അവനെയും ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്കൊക്കെ കടത്തുകയാണ്. ശരിക്കും നീ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടു പോകുന്നതെന്നൊക്കെ സഞ്ജയ് ചോദിക്കുന്ന സമയത്താക്കട്ടെ വെളിയിൽ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇല്ലായിരുന്നോ? അത് പോരാതെ ഒരുപാട് സ്റ്റോക്കേഴ്സ് ഒക്കെ നിന്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ ഒക്കെ മുന്നിൽ നിന്നും നിന്നെ രക്ഷിക്കുകയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് സോളും സഞ്ജയോട് പറയുന്നത്. സഞ്ജയനെ സുരക്ഷിതമായിട്ട് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടായിരുന്നു മാനേജർ എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സഞ്ജയ് പറയുന്നുണ്ടെങ്കിൽ പോലും സോളും മാനേജറിനെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നതും. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ സഞ്ജയ് താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ഒക്കെ താഴെയും അവർ എത്തിയിരിക്കുന്നു. സോളനും സഞ്ജയുടെ ഒപ്പം വീട്ടിലേക്കൊക്കെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ സഞ്ജയും അതിനുള്ള കാരണമൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾക്കും അവൻ മരിക്കാൻ പോകുന്ന ദിവസമാണ് അന്ന് എന്ന കാര്യമൊന്നും പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളും ആ ഒരു കാര്യമൊക്കെ മൂടി വെച്ചിട്ട് അവൾക്ക് വളരെ വയറുവേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് അവളും പോകുന്നത്. ഇൻഹോക്കും മാനേജറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മാനേജർ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻഹോക്കിനെയും അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സഞ്ജയുടെ വീട്ടിലേക്കാണ് അവർ പോയിട്ടുള്ളതെന്ന കാര്യമൊക്കെ മാനേജറും പറയുന്നത്. ഇൻഹോക്കിനും ഒരു ഗെയിമിന്റെ പരസ്യമൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവനും അതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് ഒക്കെ സഞ്ജയുടെ വീട്ടിലാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ സഞ്ജയും വീട്ടിലേക്ക് സോളിനെയും കൂട്ടിക്കൊണ്ടൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോഴായിരുന്നു ഇൻഹുക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന സാധനമൊക്കെ സഞ്ജയും കാണുന്നത്. അത് സോള് കാണാതിരിക്കുവാനായിട്ട് അവനും അതിന് മറിഞ്ഞൊക്കെ നിൽക്കുന്നു. സഞ്ജയും സോളിനെ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിലേക്കൊക്കെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു സാധനം മറച്ചു വെക്കുവാനായിട്ട് സഞ്ജയ് അത് സ്വന്തം ബെഡ്റൂമിലേക്കാണ് ഒളിപ്പിച്ചും വെക്കുന്നത്. സോളിന്റെ വീട്ടിലെ പൈപ്പിനൊക്കെ കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിനെയും കൂട്ടിക്കൊണ്ട് അമ്മയും ഇപ്പോൾ ചേട്ടന്റെ വീട്ടിലേക്കൊക്കെ പോകുന്നു. അവർ പോയതിന് പിന്നാലെ അവിടെ ഒരാൾ എത്തുന്നതും കാണിക്കുന്നു. സഞ്ജയുടെ മുമ്പിൽ കുറച്ച് നാണക്കേടൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവനെ ഒറ്റയ്ക്കാക്കാതെ ഇരിക്കണമെന്നൊക്കെ അവളും ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അമ്മയുടെ ഒരു കോളും അവൾക്ക് വരുന്നത്. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നിന്റെ സഹോദരന്റെ വീട്ടിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യമൊക്കെ അമ്മ പറയുമ്പോഴാകട്ടെ സോളും ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ അമ്മയോടും പറയുകയാണ്. നീ എന്താ വീട്ടിലേക്ക് വരാത്തെ? വല്ല ആണുങ്ങളുടെ കൂടെയുമാണോ നീ ഇപ്പോൾ ഉള്ളതെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മയ്ക്കും ആണുങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അതൊരു കുഴപ്പമില്ല എന്ന് കൂടി പറയുമ്പോഴത്തേക്കും സോളും ഞാനിപ്പോൾ ഒരു ബോയുടെ കൂടെയാണ് ഉള്ളത് എന്നൊക്കെ തുറന്നും പറയുകയാണ്. ടോയ്ലറ്റിന് വെളിയിലുണ്ടായിരുന്ന സഞ്ജയും സോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിരിക്കുകയാണ്. അവളായിരുന്നല്ലോ നേരത്തെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവളും ശരിക്കും അത് തന്നെ ആയിരിക്കുമോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവനും സംശയിക്കുന്നു. ഈ ഒരു സമയത്തെല്ലാം തന്നെ അവന്റെ ഹൃദയവും വല്ലാതെ ഇടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവനാകട്ടെ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന സോഫയിലൊക്കെ ഒരു ബുക്കും തലതിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ വന്ന കാര്യമൊക്കെ കഴിഞ്ഞല്ലോ. പക്ഷെ അവൾക്കാകട്ടെ വീട്ടിൽ നിന്ന് പോകുവാനായിട്ടും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവളും ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടോട്ടെ എന്നൊക്കെ അവനോടും ചോദിക്കുകയാണ്. അവളും ക്യൂട്ടായിട്ടൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അവനും പറ്റില്ല എന്ന് പറയുവാൻ കഴിയുന്നില്ല. സോളും ഇപ്പോൾ ഓരോരോ മുറികളായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അതും വളരെ നീട്ടി വലിച്ചൊക്കെയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവനും ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിരുന്ന റൂമിൽ നിന്നുമാകട്ടെ ഒരു തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ചതിന് ശേഷം അവളും ഇതൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അവനോട് ചോദിക്കുകയാണ്. പക്ഷെ ഇവിടെയുള്ള എന്റെ എല്ലാ ഡ്രസ്സും നീ ഇട്ട് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇതൊന്നും തീരുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് സഞ്ജയം അവളെ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നു.
ഈ ഒരു പെയിന്റിങ്ങിന് എന്തൊക്കെയോ അർത്ഥമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു പെയിന്റിങ്ങിലേക്ക് തന്നെ അവള് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. സൺചയാകട്ടെ, നിനക്ക് സൗകര്യം പോലെ നോക്കുവാനായിട്ട് ഞാനും ആ പെയിന്റിംഗ് ഒക്കെ നിനക്ക് തന്നു വിട്ടേക്കട്ടെ എന്നൊക്കെ സോളിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും സോളും അതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. രാത്രിയിലെ കാഴ്ചകളൊക്കെ കാണുന്ന അവളും ഒരു ടവറിന്റെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ടവർ ഒന്നും ആയിരുന്നില്ല. അത് അല്ല എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും വിഷയം മാറ്റുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയൊക്കെ നോക്കി ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത് ഏത് ചെടിയാണെന്നും കൂടി അവളും ചോദിക്കുന്നു. പക്ഷെ അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ചെടിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവളും ഇതും ഒറിജിനൽ ആയിരിക്കുകയില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് അടുത്തതിൽ പോയി പിടിക്കുമ്പോഴത്തേക്കും അതും മുള്ളിന്റെ ചെടിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ അവളുടെയും കൈയൊക്കെ മുറിയുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൺഷയും സോളിന്റെ കയ്യിലൊക്കെ പിടിക്കുമ്പോഴാകട്ടെ ഇതിനു മുമ്പും അവൾക്ക് അപകടം സംഭവിച്ച സമയത്ത് അവനെ രക്ഷിച്ചതിന് ശേഷം അവളെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെയാണ് അവളും ഓർക്കുന്നത്. ഇനി നിന്നെ കാണിക്കുവാനായിട്ട് ബെഡ്റൂം മാത്രമേ ബാക്കിയുള്ളൂ, അത് നിന്നെ കാണിക്കണമെന്നൊക്കെ സൺഷ ചോദിക്കുമ്പോഴത്തേക്കും സോളും വേണ്ട എന്ന മറുപടിയൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ സൺഷ ആകട്ടെ എന്നാൽ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി ആക്കാമെന്നൊക്കെ പറയുകയാണ്. പക്ഷെ സോളിനും പോകുവാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ടെന്നും ഫുഡൊക്കെ കഴിച്ചാലോ എന്നും അവനോടും ചോദിക്കുന്നു. ക്യൂട്ടായിട്ട് സംസാരിച്ചാൽ അവനും തടയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന അവളും അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതും അവനും അതെല്ലാം തന്നെ സമ്മതിച്ചും കൊടുക്കുന്നു. സൺച ഇതിനു മുമ്പ് സോളിനെ രക്ഷിച്ചതൊക്കെയാണ്. പക്ഷെ അവളും ഒരു നന്ദിയുമില്ലാത്ത രീതിയിലാണ് അവന്റെ അടുത്ത് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സൺചനെ കാണുവാനായിട്ട് ഞാൻ സോളിനെ അനുവദിക്കുകയില്ല. മാത്രമല്ല അവനിപ്പോൾ അവൾക്ക് വേണ്ടി കുക്കൊന്നും ചെയ്യിക്കുക ആയിരിക്കരുതേ എന്നൊക്കെയാണ് ഇനി ഹുക്കും ഓർക്കുന്നത്. പക്ഷെ അവന് വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു നടന്നിട്ടുമുണ്ടായിരുന്നത്. സൺഷ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി അവൾക്ക് നൽകുന്ന സമയത്താകട്ടെ അവിടെ ഉണ്ടായിരുന്ന കുറെ അധികം മരുന്നുകളൊക്കെ സോളും ശ്രദ്ധിക്കുകയാണ്. സോളും ഇതൊന്നും തന്നെ ഡിപ്രഷന്റെ മരുന്നുകൾ ആകരുതേ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. സൺഷയും ഓരോരോ മരുന്നുകളായിട്ട് എടുത്തിട്ട് അത് എന്തിന്റേതൊക്കെയാണെന്ന് പറഞ്ഞും കൊടുക്കുകയാണ്. എല്ലാം തന്നെ വൈറ്റമിൻ ഗുളികകളായിരുന്നു. സോൾ പണ്ട് സൺഷയ്ക്ക് കൊടുത്തിരുന്ന രീതിയിലുള്ള മിഠായികളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവനും അതൊക്കെ അവൾ കാണാതെയും ശ്രദ്ധിക്കുന്നുണ്ട്. സൺജ ഡയറ്റിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സോൾ ഒറ്റയ്ക്കാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. സോൾ കഴിക്കുന്നതൊക്കെ അവനും നോക്കിയിരിക്കുന്നു. അതിനുശേഷമാകട്ടെ ഇനി പോകാതിരിക്കുവാനായിട്ട് ഒരു കാരണവും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന സോളും ഉറങ്ങിയതായിട്ടൊക്കെ അഭിനയിച്ച് അവിടെ കിടക്കുകയാണ്. പക്ഷെ കുറെ നേരമായിട്ടും സഞ്ജു ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു അവള് ചെറുതായിട്ടൊന്ന് കണ്ണു തുറക്കുമ്പോഴാകട്ടെ അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഉറങ്ങുകയല്ല എന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, മര്യാദക്ക് എണീറ്റൊക്കെ പോരുവാനൊക്കെ സഞ്ജയും അവളോട് പറയുന്നു. ഇപ്പോൾ എണീറ്റില്ലെങ്കിൽ ആകെ നാറ്റകേസാകുമെന്ന് വിചാരിക്കുന്ന അവളും പതിയെ എണീറ്റതിന് ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയതായിരുന്നു, നീ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് ഞാൻ രാവിലെ വരെ ഉറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ തങ്ങുവാനായിട്ടാണോ നീ തീരുമാനിച്ചിട്ടുള്ളതെന്നൊക്കെ സഞ്ജയും അവളോട് ചോദിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു സെക്യൂരിറ്റിയും ഒരാൾ വെളിയിൽ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് അയാളുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നത്. അയാളുടെ മുഖത്തേക്ക് ടോർച്ചൊക്കെ അടിക്കുന്ന സെക്യൂരിറ്റിയും ടൈസ് എങ്ങനെയാണ് അവിടെ വെച്ച് കാണുന്നതും. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.